നമസ്കാരം CMA സ്റ്റുഡൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലാസ്റ്റ് വെനസ്ഡേ ഫെബ്രുവരി 11th CMAയുടെ ഇന്റർ റിസൾട്ടും ഫൈനൽ റിസൾട്ടും പബ്ലിഷ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോ കുറെ പേര് പാസ്സായി, പക്ഷെ അതിനെക്കാളും ഒരു 3 times ആൾക്കാർ ഫെയിലർ ആണ്. ഓക്കെ, അതായത് കൺഗ്രാറ്റുലേഷൻസ് അവർക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ആദ്യം തന്നെ പറയാം അവർക്ക് വേണ്ടിയിട്ടാണ്, അതായത് അൺസക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ്. ഓക്കെ, അവർക്ക് ഇനി എന്ത് ചെയ്യണം, അവർക്ക് ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മനസ്സിലാക്കിയിട്ട് കുറച്ച് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫാക്കൽറ്റി മോട്ടിവേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ എഴുതിയ അതേ അറ്റംപ്റ്റ് അതേ എക്സാമിനേഷൻ ഫേസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു 1-2 പേരെ സെലക്ട് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ 2 ഫേവറേറ്റ്, ഇല്ലെങ്കിൽ എനിക്ക് 2 സ്പെഷ്യൽ പേഴ്സൺസ് ആയ 2 പേരാണ്. ഒന്ന് ആസിഫ് മുഹമ്മദ്, രണ്ടാമത് ആൻസ് മറിയ ജെയ്സൺ. ഓക്കെ, അപ്പോൾ 2 പേരുടെ ടീച്ചർ നമുക്ക് പരിചയപ്പെടാം. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷൻ ടിപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം, അപ്പോൾ അതിന് മുമ്പ് ആൻസ് മറിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 2 പേരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ആൻസ് മറിയെന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആൻസ് മറിയെ കുറിച്ച് പറയണമെങ്കിൽ ആൻസ് മറിയ ജെയ്സൺ എന്നാണ് പുള്ളി. സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഓക്കെ, ഇതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നത് ഡിസംബർ 2023 CA ഫൗണ്ടേഷൻ ആണ് ഞാൻ പറഞ്ഞത്. CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നത് 2023 ഡിസംബറിലാണ്. അന്ന് 187 ഫെയിലായി പോയി, ലോ ഫെയിലായി. അപ്പോൾ അഗ്രിഗേറ്റ് ഇഷ്യൂസും കൂടെ വന്നുകൊണ്ട് ഫെയിലായി പോയി. വീണ്ടും CA ഫൗണ്ടേഷൻ സെക്കൻഡ് ചാൻസ് എഴുതി 160+ വീണ്ടും അൺസക്സസ്ഫുൾ ആയി, അത് ഫെയിലർ ആണ്. ഓക്കെ, അതിന്റെ കൂടെ കാറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്തു, കാറ്റ് കംപ്ലീറ്റ് ചെയ്തു. കാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CMAയുടെ ഫസ്റ്റ് ലെവൽ ആണ്. ഓക്കെ, CMA ഇന്ത്യ എന്നിട്ട് ഫസ്റ്റ് ലെവൽ കിട്ടിയ ശേഷം CMA ഇന്ത്യ ഇന്റർമീഡിയറ്റ് ലെവല് ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി, അതായത് ജൂൺ 2025. അപ്പൊ 3ാമത്തെ അറ്റംപ്റ്റ് ആണ് പ്രൊഫഷണൽ എക്സാമിനേഷൻ വീണ്ടും എഴുതുന്നത്. കാറ്റിനെ അങ്ങനെ വലിയൊരു എക്സാം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ അതേ എക്സാം ആയിട്ട് കൂട്ടാതെ. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റ് എക്സാം ജൂൺ 2025 വീണ്ടും എഴുതി 188 അഗ്രിഗേറ്റിന് പോയി, ഒരു പേപ്പർ പോയി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 37 മാർക്ക്. ഓക്കെ, അപ്പൊ അടുപ്പിച്ചൊരു 3 ഫെയിലറാണ് ഞാൻ ആദ്യം, അതായത് ഡിസംബർ 2023 ജൂൺ 2024 CA ഫൗണ്ടേഷൻ അടുത്ത അറ്റംപ്റ്റ്. കോഴ്സ് മാറി ഒന്ന് ആലോചിക്കണം, ഒരു കോഴ്സ് അല്ല, ആ കോഴ്സിൽ നിന്ന് വേറെ കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്തു. കോഴ്സ് സിമിലർ ആണെങ്കിൽ ഓക്കെ, ചിലർ പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കും സിമിലർ കോഴ്സ് ആണല്ലോ. ഓക്കെ, കോഴ്സ് സിമിലർ ആണ്, പക്ഷെ പഠിക്കുന്ന രീതി എൻ്റയർലി വ്യത്യാസം. ഓക്കെ, അപ്പോൾ CMA ഇന്റർ വന്നു. CMA ഇന്റർ എഴുതുന്നത് ജൂൺ 2025 അത് 188 ഫെയിലേഴ്സ്. നമ്മൾ പറയാറുണ്ട് ക്രിക്കറ്റിലൊക്കെ ആണെങ്കിൽ ഹാട്രിക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ 3 കോൺസിക്യൂട്ടീവ് ഫെയിലേഴ്സ് കഴിഞ്ഞിട്ട് ഈ ലേറ്റസ്റ്റ് അറ്റംപ്റ്റ് ഡിസംബർ 2025 അറ്റംപ്റ്റ് 440 മേടിച്ചു. ഇപ്പൊ CMA ഫൈനലിസ്റ്റ് എന്നുള്ള ടാഗുമായിട്ടാണ് നമ്മളോട് ആൻസർ. ഓക്കെ, അപ്പോ ഇപ്പോ ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ മതിയായിരിക്കും ആൻസർ പറയുക. അപ്പോൾ വെൽക്കം ആൻസർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അതിന് ഞാൻ പറയാം, രണ്ട് ഗ്രൂപ്പിന്റെ മാർക്ക് ഞാൻ പറയാം. ലാസ്റ്റ് അറ്റംപ്റ്റ് 188 ആയിരുന്നു ഗ്രൂപ്പ് എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് ഗ്രൂപ്പ് 1 218 മാർക്ക്, ഗ്രൂപ്പ് 2 222 മാർക്ക്, അങ്ങനെ മൊത്തം കൂടി 440 മാർക്ക്. 63 OMNSM 66, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സെക്കൻഡ് ഗ്രൂപ്പിൽ 64, ഒരു പേപ്പറിന് എക്സംഷൻ മിസ്സായി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 58. അപ്പൊ എക്സാക്ട്ലി പറഞ്ഞാൽ 4 എക്സംഷൻ. കഴിഞ്ഞ വട്ടം പാസ് ആവാത്ത ഒരാൾ ഈ വട്ടം 4 എക്സംഷൻ ഇല്ലെങ്കിൽ ഈക്വലൻ ടു 4 എക്സംഷൻ ആണ് പാസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ CMA ഫൈനലിസ്റ്റ് ആണ്. 3 ഫെയിലർ കഴിഞ്ഞിട്ട് വന്നവരാണ്. ഇപ്പൊ ഒറ്റ അറ്റംപ്റ്റ് കൊണ്ട് CMA ഫൈനലിസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ഇതാണ് ആൻസ് മറിയുടെ ഇൻട്രോ. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കഴിഞ്ഞ അറ്റംപ്റ്റ് ഞാൻ തുടങ്ങുന്നുണ്ട് ജൂൺ 2025 186 മാർക്ക് ആയിരുന്നു ആൻസർ. ഓക്കെ, അപ്പൊ ആ റിസൾട്ട് വന്നപ്പോൾ മെന്റലി ഡൗൺ ആയി കാണും. അത് എത്രമാത്രം മെന്റലി നമുക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. എത്ര നാൾ, 1 വീക്ക് ആയിരുന്നു, 2 വീക്സ് ആയിരുന്നു, അല്ലെങ്കിൽ ആ റിസൾട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ പാസ് ആവുന്ന വിചാരിച്ച ചോദിച്ചാണോ? അപ്പൊ അത് ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ സാർ, ജൂൺ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആണെങ്കിലും എന്താ നല്ല വർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. 100% 19% തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിക്കുമെന്ന്. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സബ്ജക്റ്റിന് തന്നെയാണ് പോയത്. കാരണം നമ്മൾക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ അറിയാം ഏത് സബ്ജക്റ്റും ജയിക്കും, ഏത് സബ്ജക്റ്റിന് തോക്കും എന്നൊക്കെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സബ്ജക്റ്റാണ് ജസ്റ്റ് മാർക്കിനൊന്ന് പോയത്. അപ്പൊ അത് കിട്ടി മീൻസ് ഇപ്പൊ നമ്മൾ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തതാണ് നല്ല രീതിയിൽ മാർക്ക് കിട്ടും, ജൂൺ അറ്റംപ്റ്റിൽ എന്തായാലും പാസ്സാവുന്നത്.
പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ ജസ്റ്റ് മാർക്കിന് 188 പോവുകയും ചെയ്തു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് കിട്ടൂല എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നിട്ട് പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിപ്പോ നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. പക്ഷെ അതൊരു 1 വീക്കിലേക്കൊക്കെ പോയിണ്ടായിരുന്നു. പിന്നെയും തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. മെന്റലി അഫക്റ്റ് ആവുന്ന ചിത്രം നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് എന്തായാലും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച മിച്ചം അത് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും ഈ കോഴ്സ് നിർത്തി പോകണമെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്തായാലും തുടങ്ങി, അതുകൊണ്ട് അതിന്റെ ബാക്കി തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് പിന്നെ അതിലേക്ക് തന്നെ ഇറങ്ങി. അപ്പം മെന്റലി എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അറ്റംപ്റ്റിൽ CMA ഫൈനലിസ്റ്റ് ആയിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ് ആണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ക്രഷ് ആവും. ഓക്കെ, നമ്മൾ വിചാരിച്ച റിസൾട്ട് വന്നില്ല. അപ്പോൾ ആൻസ് മറിയ പാസ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ 188 ആയിട്ട് അതും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് കിട്ടാത്തതെന്ന് പറഞ്ഞു. 37. ഓക്കെ, കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഓൾറെഡി അറിയാം ഓൾ ഇന്ത്യ ലെവലിൽ പാടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അഫക്ട് ചെയ്യും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ടേക്ക് അവേ ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ആൻസ് മറിയുടെ ടേക്ക് അവേ പോയിന്റ്, മെന്റലി നമ്മൾ എന്തെങ്കിലും അഫക്ട് ആയിരിക്കും. അപ്പോൾ ആ 2 വീക്സ് അല്ലെങ്കിൽ ആ 3 വീക്സ് ടൈം നിങ്ങളെ ഹീൽ ചെയ്ത്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ ഫസ്റ്റ് ആൻസർ. രണ്ടാമത് ചോദിക്കുകയാണ്, ജൂൺ 2024 അറ്റംപ്റ്റ് ഇതേപോലെ നമ്മളെ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടു ദ എക്സ്റ്റെന്റ് മാക്സിമം ക്രഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിന്നോണ്ട് ചോദിക്കുകയാണ്, ഇടയ്ക്കത്തല്ല, അത് കഴിഞ്ഞ് ഇപ്പോ ഫെബ്രുവരി 11 റിസൾട്ട്. ഇപ്പൊ ആ റിസൾട്ട് 0.1% എങ്കിലും ബോധർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ആ റിസൾട്ട് 1% ബോധർ ചെയ്യുന്നുണ്ടോ? ഒരിക്കലല്ല. ഒരു തവണ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ജയിച്ചു തന്നെയാണ്. അതിനു മുന്നേ എത്ര തോൽവി ഉണ്ടായി, ഇപ്പൊ 2 or 3 തോൽവി ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു തവണ നമ്മൾ ജയിച്ചോ അത് ജയിച്ചു തന്നെയാണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് എത്ര മാർക്കിന് പോയി, എത്ര ജസ്റ്റ് ചിലപ്പം ഫെയിൽ ആവുമായിരിക്കും ചെയ്തിരുന്ന മുന്നത്തെ അറ്റംപ്റ്റില്. പക്ഷെ അതൊന്നും നമ്മൾ ഒരിക്കലും ബോധർ ചെയ്യില്ല. നമ്മൾ പഠിച്ച് എക്സാം എഴുതി പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വലിയ കാര്യം തന്നെ. അതിന് മുന്നേ എത്ര തവണ ഫെയിൽ ആയി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അതുകൊണ്ട് ഒരു തവണ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ജയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഫെയിലിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പഠിച്ചുകൊണ്ട് പോകാന്ന് തന്നെയാണ് ഞാൻ പറയുക. ഓക്കെ ഓക്കെ, അപ്പോ സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ തന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോ അന്ന് ജൂൺ 2025 അറ്റംപ്റ്റിൽ നമ്മളെ ക്രഷ് ചെയ്തു, നമ്മളെ മെന്റലി അഫക്ട് ചെയ്തു അല്ലെ, നമ്മുടെ സൊസൈറ്റി നമ്മൾ പല രീതിയിൽ കണ്ടതാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു 6 months ഇല്ലെങ്കിൽ ഒരു 7 months കഴിഞ്ഞ് വീണ്ടും ആ സെയിം എക്സാം എഴുതി ബോത്ത് ഗ്രൂപ്പ് പാസ് ആകുമ്പോൾ നമ്മളെ അന്നത്തെ റിസൾട്ട് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിനൊരു മാജിക് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് പാസ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു പോസിറ്റീവ് റിസൾട്ട് വരുമ്പോൾ ഇത്രയും നാളത്തെ നെഗറ്റീവ് റിസൾട്ട് കംപ്ലീറ്റ് വൈപ്പ് ഓഫ് ചെയ്യാനുള്ള പവർ ആണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പോ എഫക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കൂടി ചോദിക്കും, ചിലവര് പറയാം സാർ ജൂൺ 2025 അറ്റംപ്റ്റ് വേസ്റ്റ് ആയി, 188 മാർക്ക് കിട്ടിയ വേസ്റ്റ് ആയി. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എനിക്കൊരു ക്ലാസ്സിൽ പറഞ്ഞു, എനിക്കൊരു അറ്റംപ്റ്റ് CA ഇന്റർലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അതിൽ 142 മാർക്സ് ആയിരുന്നു. 150 വേണമായിരുന്നു, പക്ഷെ 142 മാർക്സ് ആയി. 8 മാർക്ക് എനിക്ക് പോയി. നെക്സ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ 187 അഗ്രിഗേറ്റ് വന്ന് സെക്കൻഡ് ഗ്രൂപ്പിന് 3 പേപ്പർ ആയിരുന്നു. അപ്പോൾ 142 എനിക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റ് 187 ആയി. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ്സിലും പലർക്കും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയും 2017 മെയിലാണ് ഈ 142, 2017 നവംബറിലാണ് 187. അപ്പൊ ഞാൻ എപ്പോഴും പറയും ആ CA ഇന്റർ ഗ്രൂപ്പ് 2 പാസ്സായ ആ 2 അറ്റംപ്റ്റിനും കൂടി എഫേർട്ടാന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയേണ്ട ആ 2, കാരണം ആ മെയ് അറ്റംപ്റ്റിൽ പഠിച്ചതുകൊണ്ടാണ്, മെയ് അറ്റംപ്റ്റിൽ പഠിച്ച് അന്ന് കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് നവംബർ അറ്റംപ്റ്റിൽ ബാക്കി പഠിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ആ 2 അറ്റംപ്റ്റിന്റെ കമ്പൈൻഡ് മാർക്കാണ് 187 ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു അറ്റംപ്റ്റിൽ കിട്ടുന്നല്ല. അപ്പോൾ ഒരിക്കലും മെയ് 2017 അറ്റംപ്റ്റ് എനിക്ക് വേസ്റ്റ് ഉണ്ടെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നത്, ഈ ജൂൺ 2025 അറ്റംപ്റ്റ് വേസ്റ്റ് ആയി പോയി. ഇപ്പൊ ചില മിക്ക സ്റ്റുഡൻസ് ഇപ്പൊ ഡിസംബർ 2025 കിട്ടാത്തവര് 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും അല്ലെങ്കിൽ 15 മാർക്കിനും പോയവര് വിചാരിക്കും ഈ അറ്റംപ്റ്റ് നമ്മുടെ വേസ്റ്റ് ആയി പോയല്ലോ. അപ്പൊ ഞാൻ ആൻസർ എടുത്ത് ചോദിക്കാം, അതിന് വേണ്ടി ഒരു ആൻസർ ചോദിക്കണം. ജൂൺ 2025 അറ്റംപ്റ്റിന് എത്രത്തോളം റിലവൻസ് ഉണ്ടായിരുന്നു ഡിസംബർ 2025 എക്സാം പാസ് ആണ്? രണ്ടിന്റെയും എഫേർട്ടാന്ന് എനിക്ക് പറയാം. ഉറപ്പായിട്ടും പറയാം. കാരണം ജൂൺ 2025 ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുമ്പോൾ തന്നെ ഒരു 60 to 70% ഞാൻ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തോറ്റു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നാമത്തെ കാര്യം നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് അറിഞ്ഞു, എക്സാം എങ്ങനെ രീതി വരൂ എന്നറിഞ്ഞു, അതിൽ നമുക്ക് എഴുതി എങ്ങനെ അത് നന്നായി എഴുതാമെന്ന് മനസ്സിലായി. അപ്പൊ ബോത്ത് ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഡിസംബറിലേക്ക്. സെക്കൻഡ് ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പം എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് അത് കഴിഞ്ഞ് ക്ലാസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിന് തന്നെ എക്സാം ആണ് എഴുതാന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ബോത്ത് ഗ്രൂപ്പിലേക്ക് ചിന്തിച്ചു തുടങ്ങിയത്, എന്തുകൊണ്ട് ബോത്ത് ഗ്രൂപ്പ് എഴുതിച്ചൂടാന്ന്. അപ്പം ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ തുടങ്ങിയപ്പോഴും പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു 40 days ഉണ്ടായിരുന്നു.
അതിനകത്ത് പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് അത്രയും പഠിക്കേണ്ട വന്നില്ല. കാരണം ഓൾറെഡി ജൂൺ അറ്റംപ്റ്റിലേക്ക് ഞാൻ 60% to 70% അത്യാവശ്യം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിൽ എത്ര എഫോർട്ട് ഇടേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പിൽ അതിനെ കുറച്ചുകൂടെ എഫോർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടും കൂടെ ചേർത്താണ് ബോത്ത് ഗ്രൂപ്പ് നന്നായിട്ട് എഴുതാൻ പറ്റിയത്. ഒരിക്കലും ഒരു തവണ ഫെയിൽ ആയെന്ന് വിചാരിച്ച് അതൊരിക്കലും നമുക്കൊരു എന്താ പറയാ ലാഭമില്ലാത്തൊരു പരിപാടിയല്ല, മെച്ചപ്പെട്ട പരിപാടി തന്നെയാണ്. കാരണം ഒരു തവണ തോറ്റു പോയാലും നമ്മളെ പഠിച്ചത് നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ പിന്നെ പഠിച്ചുകൊണ്ട് പിന്നെ ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ പിന്നെ ഒന്നുകൂടെ പഠിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ജൂണിലെ എക്സാം ഞാൻ പഠിച്ചത് ഒരിക്കലും എനിക്ക് ഡിസംബറിലോട്ട് അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ജൂണിലെ എഫോർട്ട് കൊണ്ട് കാരണം മാത്രമാണ് എനിക്ക് ഡിസംബറിൽ ബോത്ത് ഗ്രൂപ്പ് നല്ല മാർക്കിൽ പാസ്സാകാൻ പറ്റിയത്. ഓക്കെ, താങ്ക്സ് ഫോർ ദി ക്ലാരിഫിക്കേഷൻ. അപ്പൊ ഇത് കുറെ പേർക്കുള്ള ഡൗട്ട് ആണ് കേട്ടോ, ഇത് കുറെ പേർക്കുള്ള ഡൗട്ട് ആണ്. അപ്പൊ നമ്മൾ ഫാക്കൽറ്റീസ് എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളിപ്പോ പറയുമ്പോൾ അത് കുറച്ചും കൂടി കൺവിൻസ് ആവും. കാരണം നമുക്കറിയാം, കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റ ബുദ്ധിമുട്ട് എന്താ, അപ്പൊ ഞാൻ ഫേസ് ചെയ്ത് ചിലപ്പോൾ ആൻസർ ഫേസ് ചെയ്താണ്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കിട്ടുമെന്ന് പാസ്സാവുമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഗ്രൂപ്പ് ഈ വട്ടമേ പഠിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ച് പഠിക്കുന്നവർ കാണും. വിചാരിച്ച പോലെ റിസൾട്ട് വരണമെന്നില്ല. അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്താ, വീണ്ടും ഈ ഗ്രൂപ്പ് തന്നെ പഠിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പ്, അതാണ് നമ്മുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇനി ഈ ഗ്രൂപ്പ് തന്നെ ഇരുന്ന് പഠിക്കണമല്ലോ, ഈ ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി പഠിച്ചതല്ലേ, ഇനി പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ പഠിച്ചതല്ലേ, ആ ഗ്രൂപ്പ് തന്നെ പഠിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊരു ഡിറ്റാച്ച്മെന്റ് തോന്നും, ഒരു വെറുപ്പ് തോന്നാം. പക്ഷെ പറഞ്ഞ പോലെ വീണ്ടും പഠിക്കുമ്പോഴാണ് ഞാൻ ഒത്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മുടെ തലയിലുണ്ടല്ലോ. നമുക്കിനി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ഈ നോട്ട്സ് ഉണ്ട്, നമ്മൾ എക്സ്ട്രാ നമുക്ക് നോക്കിയാൽ നമുക്ക് തന്നെ പറ്റും. ബെറ്റർ ക്ലാരിറ്റി നമുക്ക് തന്നെ കിട്ടുമല്ലേ, അന്ന് പഠിച്ചതിനെ കണ്ട് കൂടുതൽ ക്ലാരിറ്റി സെക്കൻഡ് റൗണ്ട് പഠിക്കുമ്പോൾ കിട്ടും. അപ്പൊ അത് ആ തെറ്റിദ്ധാരണ മാറ്റിയാലും അപ്രീസിയേഷൻ. കാരണം അത് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന കഴിഞ്ഞ അറ്റംപ്റ്റ് എനിക്ക് വേസ്റ്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ ഈ അറ്റംപ്റ്റ് ആണ് എനിക്ക് വിധിച്ച അറ്റംപ്റ്റ്, അങ്ങനെയൊക്കെ അവർ പറയും. ഇത് ഈ കഴിഞ്ഞ അറ്റംപ്റ്റ് എനിക്ക് വിധിച്ചിട്ടില്ല, ഈ അറ്റംപ്റ്റ് ആണ് എനിക്ക് വിധിക്കപ്പെട്ട അറ്റംപ്റ്റ്. അപ്പൊ അവര് മനസ്സിലാക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നു, നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഇത്രയും നാളത്തെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലേ. നമ്മൾ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, നമ്മള് കുറെ നാളത്തെ നമ്മുടെ അപ്പോ ഒറ്റ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന പോലെ ഒറ്റ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഗ്രൂപ്പ് ഇരുന്ന് പഠിക്കുന്ന ചാലഞ്ച് ആയിരിക്കും. അത് കറക്റ്റ് ആണ് മനസ്സിലറിയാം. അതായത് വീണ്ടും ആ ഗ്രൂപ്പ് ഒന്നേന്ന് പറഞ്ഞാൽ ഇരുന്ന് പഠിക്കുന്ന ചാലഞ്ച്, കോൺസെപ്റ്റ് പുതിയെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഞാൻ പഠിച്ചാണല്ലോ, വീണ്ടും ഇരുന്ന് പഠിക്കണമല്ലോ, ആ ചലഞ്ച് ഫേസ് ചെയ്യാറുണ്ട്. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും തന്നെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് പഠിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നോർത്താണ് ഓരോ ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ ഞാനും എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരെണ്ണം ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ എനിക്കൊരു തോട്ട് വരാറുണ്ട്, ഇനിയും പഠിക്കണമല്ലോ. പക്ഷെ നമുക്ക് മുന്നത്തേക്കാളും എപ്പോഴും എളുപ്പമായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവും, നമ്മൾ കുറച്ചുകൂടെ സെൽഫ് കോൺഫിഡന്റ്, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് പിന്നെയും പഠിക്കുമ്പോൾ എനിക്ക് അറിയാമല്ലോ എന്നൊരു തോട്ട് ഓൾറെഡി വരും. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഇത് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും പഠിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡന്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ ആരും വിചാരിക്കേണ്ട കാര്യമില്ല, പിന്നെയും പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും വീണ്ടും നിങ്ങൾ ആലോചിക്കുക, വീണ്ടും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററിന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇനി അടുത്തോട്ട് നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ തന്നെ ഇതൊക്കെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മളെപ്പോഴും വിചാരിക്കും എനിക്കിതൊന്നും ഓർമ്മ കാണത്തില്ലെന്ന് വിചാരിക്കും. നിങ്ങളത് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ദിവസത്തിലേക്ക് വരാം. ഓക്കെ, ഇത് നമുക്കിപ്പോ പറഞ്ഞു അന്ന് ഫെയിലായി 2000 റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് വേണം. അപ്പൊ അങ്ങനെ മോട്ടിവേഷൻ, എത്രയൊക്കെ മോട്ടിവേഷൻ സ്റ്റോറീസ് പറഞ്ഞാലും എത്രയൊക്കെ ഫാക്കൽറ്റീസ് ഒന്ന് മോട്ടിവേഷൻ അത് നമുക്കൊരു ഇന്റേണൽ ഫയർ, അത് നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജിൽ ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആ സെൽഫ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ? അത് നിങ്ങൾക്ക് യൂണീക്ക് ആയിരിക്കും, അത് ഓവറോളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട് അതെന്താണെന്ന് പറയാം. സാറ് പറഞ്ഞാൽ ഇപ്പൊ ക്ലാസ്സിലൊക്കെ സാറുമാരും മിസ്സുമാരൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ, അവരുന്ന മോട്ടിവേഷൻ ഒരു 1 ഡേ അത്രയൊക്കെ കാണത്തുള്ളൂ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ നല്ല മോട്ടിവേറ്റ് ആവും. ആ ഒരു 2 ഡേ കാണുമായിരിക്കും ആ മോട്ടിവേഷൻ. പിന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ജൂണിൽ അറ്റംപ്റ്റില് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുന്ന പരിപാടിയല്ല, പറ്റുന്ന കാര്യമല്ല, എന്തിനാ നിർത്തിക്കൂടെ, അങ്ങനെ ഒരുപാട് തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. കാരണം നമ്മളെ തളർത്തുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആദ്യം എല്ലാവർക്കും അറിയാം, ഈ കോഴ്സ് നമ്മൾ ഇതുപോലത്തെ CA, CMA, CS കോഴ്സുകൾ എടുക്കുമ്പോൾ തന്നെ എല്ലാരും പറയും പറ്റുന്ന കാര്യമല്ല, ഓൾറെഡി ഫുൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പം തന്നെ ഏറ്റവും നല്ലൊരു റിസൾട്ട് കൊടുക്കാന്നാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ നമ്മളെ കൂടെ നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നിനക്ക് പറ്റും, നിന്നോട് പറ്റും, എല്ലാം ചെയ്യുന്നത്. അപ്പം കേൾക്കാമോ സാർ? ഓക്കെ, ഇടയ്ക്ക് വീഡിയോ പോയി, കുഴപ്പമില്ല. ഇടയ്ക്ക് വീഡിയോ പോയാലും കുഴപ്പമില്ല. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഇടയ്ക്ക് പറഞ്ഞു എവിടെ വെച്ചാൽ ബ്രേക്ക് ആണെന്നേ പറയാം.
അതായത് നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ട്സ് ആൾക്കാരെ ഉണ്ടായിരുന്നു. പ്രൂവ് ചെയ്യും. അവര് നമ്മളെ ജഡ്ജ് ചെയ്യും, നമുക്ക് ഈ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല, അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. ഒരു 3 അറ്റംപ്റ്റ്സ് അടുപ്പിച്ച് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഫസ്റ്റ് 3 അറ്റംപ്റ്റ്സും അൺസക്സസ്ഫുൾ ആകുമ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. പക്ഷെ അത് പ്രൂവ് ചെയ്യുക, നമ്മൾ അതല്ല, നമ്മൾ ഇത് ക്ലിയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട്, നമുക്ക് ആഗ്രഹം ഉണ്ട്, നമ്മൾ പ്രൂവ് ചെയ്യുക. അതല്ലേ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ വെച്ചാൽ തോന്നുന്നു കട്ടായത്. യെസ് യെസ് യെസ്. ഓക്കെ. ഇപ്പൊ നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളെ വലിയൊരു വിശ്വാസമുണ്ട്. ഇപ്പൊ ഫാമിലിക്കായാലും നമ്മൾ പഠിച്ച് ജയിക്കും. പിന്നെ നമ്മളെ റിസൾട്ട് വരുന്ന ആ ഡേയില് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ കാണാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരു മൊമെന്റിന് വേണ്ടി സത്യം പറഞ്ഞാൽ എല്ലാവരും പഠിക്കണം. പിന്നെ എല്ലാവർക്കും ഇല്ലാത്ത, ഇപ്പൊ എക്സാം എഴുതാൻ വരുന്ന മോസ്റ്റ് പ്രോബ്ലി ആൾക്കാർക്കും ഇല്ലാത്തതാണ് സെൽഫ് കോൺഫിഡൻസ്. ഞാൻ കണ്ടിരിക്കുന്ന, ഇപ്പൊ എനിക്കും ഇല്ലായിരുന്നു. എക്സാമിന്റെ അടുക്കാറായി കഴിയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ല എന്നൊരു തോട്ട് എപ്പോഴും എല്ലാവർക്കും വരും. പക്ഷെ അതിന്റെ കാര്യമില്ല, പറ്റുമെന്ന് വിചാരിച്ച് പോയാൽ കഴിഞ്ഞാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, പിന്നെ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ജയം കൊടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ. അത് തന്നെയായിരിക്കും നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയതെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയായാലും ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോ ആൻസർ പോലെ ഇത് നമുക്ക് വേണമെന്ന് ഫസ്റ്റ് തോന്നണമല്ലോ. പറയുന്നത് നമുക്ക് ഫസ്റ്റ് വേണമെന്ന് തോന്നണം, കോഴ്സിനെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടണം. പിന്നെ ഈ പറയുന്ന പോലെ ഫെയിലിയേഴ്സ് ഇമ്പോർട്ടന്റ് ആണോ അല്ലേ? ഇപ്പൊ പറഞ്ഞൊരു 3 വട്ടം കിട്ടാത്തപ്പോ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി എന്തൊക്കെയാണ് ആൾക്കാർ 3 അടുപ്പിച്ച് ഹാട്രിക് ആണ് പറഞ്ഞത്, 3 വട്ടം അടുപ്പിച്ച് കോൺസിക്വന്റ് കിട്ടിയില്ല. ഡെഫിനറ്റ്ലി ആൾക്കാർ നമ്മൾ ഫുൾ ഡൗൺ ചെയ്യാൻ നോക്കി കാണും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ്. അപ്പോ അത് മൈൻഡിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇല്ലെങ്കിൽ അതൊരു വാശി പോലെ കടന്നു അല്ലെ? ഒരു വാശി പോലെ കടന്നു. അപ്പൊ നല്ല കാര്യം അതാ പറയുന്നത്. അപ്പോ ഇതേപോലത്തെ രീതിയിൽ വാശി നല്ലതാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. അതേ ഉള്ള ഓപ്ഷൻ. അപ്പൊ ഫെബ്രുവരി 10 വരെ, ഫെബ്രുവരി 9th 8th ഒക്കെ ആയപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ച് കാണും. ഫെബ്രുവരി 10th വരെ ആൻസർ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് എടുത്തു, 3 അറ്റംപ്റ്റ് എഴുതി കിട്ടാത്ത ഒരാൾ 11th മോർണിംഗ് റിസൾട്ട് വന്നപ്പോൾ ഒറ്റയടിക്ക് ഫൈനലിസ്റ്റ് ആയി. അപ്പൊ നമുക്ക് ആൾക്കാരെ ഇനി കുറ്റം പറയാൻ പറ്റില്ല, ആൾക്കാർക്ക് കുറ്റം പറയാൻ ഒരുപാട് കണ്ടിരിക്കാത്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ ആൻസർ പറയാം. അപ്പൊ ലാസ്റ്റ് അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക്. ആ റിസൾട്ട് ഡേ ഒന്ന് പറയാം. ഫെബ്രുവരി 11th റിസൾട്ട് എല്ലാരും ഈ രാവിലെ റിസൾട്ട് അത് നോക്കി എങ്ങനെ പറയാം, കണ്ടപ്പോ എങ്ങനെയായിരുന്നു? ജൂൺ 2025 റിസൾട്ട് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. 3 ഫെയിലിയർ റിസൾട്ട് നോക്കാവുന്ന രാവിലെ പറയാം ഫെബ്രുവരി 11th. ഈ ഫെയിലിയർ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് നോക്കാൻ നല്ലൊരു പേടിയുണ്ട്. കാരണം നോക്കണോ വേണ്ടയോ എന്നൊരു നമുക്ക് തന്നെ നമ്മളുടെ കൈ കൊണ്ട് തന്നെ നോക്കാൻ നല്ലൊരു പേടിയുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും രാവിലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് എക്സാമിന്റെ റിസൾട്ട് എല്ലാരും നോക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ നോക്കുന്നത്. കാരണം എല്ലാ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞ് റിസൾട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോ നോക്കി. റിസൾട്ട് എടുത്ത് ഫസ്റ്റ് നമ്മള് മുന്നിൽ കാണുന്ന കൺഗ്രാജുലേഷൻ, നമ്മുടെ കണ്ണ് അതിലോട്ടേ പിടിക്കത്തുള്ളൂ. അപ്പൊ ആദ്യം കൺഗ്രാജുലേഷൻസ് ആയിരുന്നു. അത് കണ്ടപ്പോ നല്ല സന്തോഷമായി. പിന്നെയാണ് ബോത്ത് ഗ്രൂപ്പ് പാസ്സായി എന്ന് കാണുന്നത്. ബോത്ത് ഗ്രൂപ്പ് പാസ്സായി കഴിഞ്ഞപ്പോ നല്ല സന്തോഷം ഉണ്ടായി. പിന്നെ ഓടി അടുക്കളയിൽ പോയി, അമ്മയുണ്ടായിരുന്നു. അപ്പൊ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അവര് തീരെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ 3 ഫെയിലിയർ ആയി. അവരൊന്നും കുഴപ്പമില്ല, അടുത്ത അറ്റംപ്റ്റ് നോക്കാം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. ആ ഒരു പോസിറ്റീവ് തോട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അതിലോട്ട് പോയി കഴിഞ്ഞത്. അങ്ങനെ കിട്ടി. വീട്ടിലെല്ലാം പറഞ്ഞപ്പോ വീട്ടിലെല്ലാവർക്കും നല്ല സന്തോഷം. ആ ഒരു മൊമെന്റിൽ നമുക്ക് കരയണോന്നറിയില്ല, ചിരിക്കണോന്നറിയില്ല, കണ്ണൊക്കെ നിറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ പഠിക്കുന്ന കുട്ടികളും ആ മൊമെന്റ് സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് വേണം പഠിക്കാൻ. അത് ആലോചിച്ച് സാറുമാർ എപ്പോഴും പറയും നമ്മൾ ആ ഒരു മൊമെന്റിനെ ഓർത്തോർത്ത് വേണം പഠിക്കാന്ന്. കാര്യമായിട്ട് പറയുന്നത് ആ ഒരു മൊമെന്റ് പ്രീഷ്യസ് തന്നെയാണ് എപ്പോഴും. ആ ഒരു മൊമെന്റിന് വേണ്ടി തന്നെ പഠിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ CMA ഫൈനലിസ്റ്റ് ആയി നിൽക്കുന്നതിൽ ആ ഒരു ദിവസം വരെ CMA ഇന്റർ ആയിരുന്ന സ്റ്റുഡന്റ് പെട്ടെന്ന് ദിവസം CMA ഫൈനലിസ്റ്റ് ആയി തീരുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എല്ലാരും തന്നെ അനുഭവിക്കണം. അപ്പൊ അതിനുവേണ്ടി പഠിക്കണം. എല്ലാവർക്കും ഇനി ഫെയിലറിനെ ഓർത്തിരിക്കാണ്ട് നല്ല രീതിയിൽ ഇനിയും പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ. അപ്പോ പറഞ്ഞു, അപ്പോ ഈ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർക്കാണ്. അപ്പൊ അവർക്ക് മനസ്സിലാക്കണം, അവരൊരു 6 months സർവേ മാത്രമേ ഉള്ളൂ. അവരൊരു 6 മാസം ആണ് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. അതാണല്ലേ 6 months ആണ് ആൻസ്മറിയുടെ ലൈഫ് തന്നെ മാറ്റി. ഓക്കെ, ഞാൻ കാണുമ്പോൾ ജൂണിൽ റിസൾട്ട്, എനിക്കൊന്ന് ഓഗസ്റ്റ് സംതിങ് ആണ് റിസൾട്ട്. അന്ന് കോഴ്സ് നിർത്തിയിട്ട് പോയിരുന്നെങ്കിലും, ഞാൻ പറയുവാണ് കോഴ്സ് നിർത്തണമെന്ന് ആൻസ്മറി വിചാരിച്ചിട്ടില്ല. ഞാൻ പറയുവാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് വേണ്ടി ചിലവരൊക്കെ കോഴ്സ് ഡ്രോപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഗ്രൂപ്പ് 2 ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഗ്രൂപ്പ് 2 ക്ലാസ്സിന് വരണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് കൂടി പറയുവാണ്, ഒരു അറ്റംപ്റ്റ് എഴുതിയിട്ട് തോറ്റവരാണ്, ഒറ്റ അറ്റംപ്റ്റ് ചെയ്ത് തോറ്റവരാണ്. ആൻസ്മറിയ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ 2 അറ്റംപ്റ്റ് എഴുതി. കോഴ്സ് സ്വിച്ച് ചെയ്യുക അത് ഈസി ടാസ്ക് അല്ല. സിമിലർ കോഴ്സ് ആണെങ്കിൽ പോലും വേറൊരു കോഴ്സിലേക്ക് വന്ന് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. BCom നിന്ന് CA വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു കോഴ്സിൽ നിന്ന് വേറെ കോഴ്സിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനേക്കാളും ചലഞ്ചാണ്. കാരണം രണ്ട് കോഴ്സ് ഏകദേശം സിമിലർ ആണെങ്കിൽ 2 വേ ഓഫ് ടാസ്കിങ് ആണ് അല്ല. അപ്പോ ഒരു അറ്റംപ്റ്റ് എഴുതിയിട്ടൊക്കെ കിട്ടുന്നില്ല. 180, 185, 175 ഒക്കെ മേടിച്ചിട്ട് പോകുന്നവർക്ക് എന്താണ് പറയുന്നത്? ആൻസ്മറിയ അന്ന് നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത്?
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഒരു തവണ എഴുതിയോ 2 തവണ എഴുതിയോ കിട്ടാവുന്നതല്ല. അപ്പൊ അത് തന്നെ നമ്മൾ ആദ്യം മൈൻഡിൽ വെക്കണം. ഒരു 170 180 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയായിരിക്കും അത്രയും മാർക്ക് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മാർക്കിന് പോയെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും അത് നിർത്തിയിട്ട് പോലെ, കാരണം അതായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ്. ഞാൻ എന്റെ ക്ലാസ്സിൽ എടുത്ത ഒരു സാർ ഉണ്ടായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പൊ സാറ് ഇന്റർ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു തോട്ട് വന്നു ഇതിൽ നിന്ന് മാറാം, അങ്ങനെ പോയി വേറൊരു കോഴ്സ് ചേർന്നു, അത് കിട്ടി. പക്ഷെ സാറിന് ഇപ്പോൾ റിഗ്രറ്റ്, അന്ന് സാർ അതിൽ നിന്ന് പിന്മാറിയതായിരുന്നു. ഇപ്പൊ ഒരു ഹൈ പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ നല്ല സ്ട്രഗിൾ ഉള്ള വർക്കാണ്. അപ്പൊ സാർ അപ്പൊ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് പിന്മാറരുത്. ഒരു ഭാവിയിൽ എന്തായാലും റിഗ്രറ്റ് അടിക്കും. 1 2 3 തവണ എഴുതിയോ എന്തായാലും കിട്ടാത്ത കാര്യമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യമാണ്. അപ്പൊ ഒരിക്കലും അതനുസരിച്ച് ഈ ഒരു തവണയൊക്കെ ഫെയിലിയർ ആയവര് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. കാരണം പഠിച്ചിട്ട് തന്നെ കിട്ടിയതാണ്. ഒരു 2 3 തവണയും കൂടെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ഈ ഒരു കോഴ്സിൽ നിന്ന് പിന്മാറി പോയി കഴിഞ്ഞാൽ നല്ലൊരു റിഗ്രറ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ആഗസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ, വേറെ കോഴ്സിലോട്ട് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിയിൽ റിഗ്രറ്റ് ആയേനെ. ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ല, അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റ് റിസൾട്ട് വന്നു, നമ്മൾ അന്നും 0 ആണ്. ഞാൻ പറയാം, നമ്മൾ അന്നും 0 ആണ്, നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടി. പക്ഷെ നമ്മൾ എത്ര അടുത്താ നമ്മൾ അറിയുന്നില്ലല്ലേ. അന്ന് 0 ആണ്, പക്ഷെ റിസൾട്ട് ആയിട്ടില്ലെന്നേ ഉള്ളൂ. റിസൾട്ട് ആയിട്ട് കൺവേർട്ട് ആവാൻ ഒരു 6 മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ട് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ CMA ഫൈനലിസ്റ്റ് ആണ്, ഓൾ ഇന്ത്യ ലെവലിലുള്ള കോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് കോഴ്സിന്റെ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു സേഫ് സോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതാ പറഞ്ഞാൽ നമ്മുടെ ചിലപ്പോ നമ്മൾ പോലും കാണാത്ത ലെവലിലായിരിക്കും നമ്മൾ അടുത്ത് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഒരു 6 മന്ത്സ് വെയിറ്റ് ചെയ്തില്ല, നമുക്കതിനെ അറിയില്ല. അപ്പൊ ഹാൻസ്മാരെ കുറിച്ച് വിചാരിച്ചാണെന്നില്ല 6 മന്ത്സ് കഴിഞ്ഞ് ബൂത്ത് ഗ്രൂപ്പ് ആയിരിക്കും പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിലേക്ക് വരുവാണ്. അപ്പൊ ഈ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കാര്യം പറഞ്ഞു, ബോത്ത് ഗ്രൂപ്പ് അതും കൂടെ ഒന്ന് പറയാം. കാരണം എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് പഠിച്ച് കഴിഞ്ഞ് എഴുതിയവരായിരിക്കും, ഒരു ഗ്രൂപ്പിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും. കഴിഞ്ഞ അറ്റംപ്റ്റ് എഴുതിയവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഗ്രൂപ്പ് 2 ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ബോത്ത് ഗ്രൂപ്പ് എഴുതണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, വീഡിയോ കാണുന്ന എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ബോത്ത് ഗ്രൂപ്പ്. ഞാൻ ഗ്രൂപ്പ് എഴുതിയാണ്. അപ്പൊ ബോത്ത് ഗ്രൂപ്പ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഈ ബോത്ത് ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്കാർ ഗ്രൂപ്പ് പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി ഒരു പേപ്പർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ബോത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതുമല്ല, എക്സാം ജൂണിൽ അറ്റംപ്റ്റ് ഫെയിൽ ആവുന്നവരെ വരെ ചിന്തിച്ചിട്ടില്ല ബോത്ത് ഗ്രൂപ്പ് എഴുതാമെന്ന്. കാരണം എന്റെ മനസ്സിൽ ഓൾറെഡി പാടാണ് ബോത്ത് ഗ്രൂപ്പ് എപ്പോഴും പാടാണ്. പിന്നെ അല്ലാതെ 8 ദിവസം അടുപ്പിച്ചുള്ള എക്സാംസ് ആണ്. അപ്പൊ അത് നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നു. അപ്പം ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ ഒരിക്കലും ഇതായിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ബോത്ത് ഗ്രൂപ്പ് എഴുതിക്കൂടാ. ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾറെഡി ഞാനൊരു 70-60% പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബോത്ത് ഗ്രൂപ്പ് പഠിക്കാൻ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം മതി. സെക്കൻഡ് ഗ്രൂപ്പിൽ ക്ലാസ് ഇരിക്കുമ്പോൾ എന്റെ ഒരു ഇത് വെച്ച് ഞാൻ ക്ലാസ് ഇരിക്കുമ്പോൾ സാർമാര് പഠിപ്പിക്കുമ്പോൾ അത് തന്നെ കൂടുതലും ശ്രദ്ധിക്കും. വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നത് എനിക്ക് തീരെ കുറവാണ്. എപ്പോഴും പരാതിയും പറയാറുണ്ട് എല്ലാവരും. ഞാൻ ക്ലാസ്സിലിരുന്ന കൂടുതലും പഠിക്കുന്നതാണ് കൂടുതലും. ഏറ്റവും നല്ലത് സാർമാര് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അത് ശ്രദ്ധിച്ചിരുന്ന ആ നോട്ട് തന്നെ എഴുതിയെടുത്ത് കൂടുതൽ മനസ്സിലാക്കി പോകുന്നതാണ്. കാരണം പിന്നീട് ഒരിക്കലും നമ്മൾ ആ ടെക്സ്റ്റ് എടുത്ത് അല്ലെ ആ നോട്ട് എടുത്ത് നമുക്കൊന്നും മനസ്സിലാത്ത ഒരു കാര്യം പിന്നെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എവിടേക്കിലൊക്കെ മിസ്റ്റേക്ക് വരും, മനസ്സിലാവേണ്ടി വരും. അപ്പൊ സാറ് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ഇപ്പൊ എത്ര നാൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആ ഒരു ബുക്ക് എടുത്ത് തുറന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. അത് ഞാൻ എല്ലാവരുടെ പറയാറുള്ളതാണ്. സാറ് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നതിന് അത് നമുക്ക് നമ്മൾ സ്വയമേ പഠിക്കുന്നതിനേക്കാളും ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ കൂടുതൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് അത് അങ്ങനെ പഠിച്ചതുകൊണ്ട് അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ ഒരു 40 days ആയിരുന്നു എനിക്ക് അവധി ഉണ്ടായിരുന്നത്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ഭയങ്കര പാടാണ്. കാരണം ഇത് എത്ര 8 ദിവസം അടുപ്പിച്ച് എക്സാംസ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ബോത്ത് ഗ്രൂപ്പ് എഴുതാം. ഒരു സെൽഫ് കോൺഫിഡന്റ് പുറത്താണ് സത്യം പറഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയത്. ഞാൻ പഠിച്ചു നോക്കി. ഞാൻ പഠിച്ച പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കും, സെക്കൻഡ് ഡേ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കും. അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. എല്ലാവരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്ക്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലെ ഇൻസ്ട്രേഷൻസും എല്ലാം ചെയ്ത് പഠിക്കുന്നതാണ്. തിയറി പേപ്പർ ആയാലും നമ്മൾ കൂടുതലും ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കുക. സാർമാരുടെ ഗൈഡ് അഫ്കോഴ്സ് നമുക്ക് ഓരോ കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ നല്ല രീതിയിൽ സഹായിക്കും. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും ഒഴിവാക്കരുത്. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കണം. ഈ തവണത്തെ അക്കൗണ്ട്സിന്റെ എക്സാം ആയാലും മോസ്റ്റ് പ്രോബ്ലി എല്ലാ ഇൻസ്ട്രക്ഷൻ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ കുറെ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ MCQ ആണ് എല്ലാവരും വിട്ട് കളയുന്ന ഒരു സംഭവം. ഈ ടെക്സ്റ്റ് ബുക്കിലും NTPയിലുള്ള MCQs ആണ് മോസ്റ്റ് പ്രോബ്ലി എപ്പോഴും ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു തിങ്ങാണ് MCQ എന്ന് പറയുന്നത്. അപ്പൊ MCQ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോക്കുക. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് MCQ. പിന്നെ ബോത്ത് ഗ്രൂപ്പ് പാടായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 8 ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം പഠിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ എന്നെ സംബന്ധിച്ച് പാടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ജൂണിൽ ഓൾറെഡി ഞാൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ എനിക്ക് വലിയ പാടുണ്ടായിരുന്നില്ല. പിന്നെ കുറെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കണം, എക്സാമിന് പോകുന്നതിന് ഒരു 10 ദിവസം മുന്നേ എങ്കിലും സെൽഫായിട്ടൊരു എക്സാം ഉണ്ടായാലേ
ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു എക്സാം എഴുതാം. അത് എപ്പോഴും നല്ലൊരു കാര്യമില്ല. കാരണം നമുക്ക് എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, എത്രമാത്രം അറിയാം എന്ന് നമുക്ക് തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു 10 ദിവസം മുന്നേ ഒരു എക്സാം എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെയുള്ള 10 ദിവസം ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് ബാക്കിയെല്ലാം നോക്കാവുന്നതാണ്. ബോത്ത് ഗ്രൂപ്പ് ആ ഒരു 8 ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉറങ്ങുന്നത് 2 മണിക്ക്, എഴുന്നേൽക്കുന്ന രാവിലെ 8 മണിക്ക്, ആ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 8 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇതില്ലാതായി പോയി. തലയ്ക്ക് ഒരു മന്ദതയായിരുന്നു. അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 8 ദിവസം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസം നമ്മളെയും കൊണ്ട് നോക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. പഠിക്കാൻ പാടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നതന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പും തമ്മിൽ നല്ലൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ആ കണക്ഷൻ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ആ 8 ദിവസം നമ്മളെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് മാനേജ് ചെയ്യാൻ ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് ഇത് നിങ്ങൾ എടുക്കുക, വീഡിയോ കണ്ടിട്ട് ഇത് ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ പ്ലാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലവർക്ക് സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കും, അത് നിങ്ങളുടെ കംഫർട്ടബിൾ, അങ്ങനെ തീരുമാനിച്ചിട്ട് സിംഗിൾ ഗ്രൂപ്പ് പോകുക. ചിലവർക്ക് പേടിയാണ്, അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതിയാൽ പാസ്സാവും, ബോത്ത് ഗ്രൂപ്പ് എഴുതിയാൽ പാസ്സാവും എന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതണം എന്ന് നിങ്ങളുടെ മൈൻഡ് പറയുകയാണെങ്കിൽ അതിനുള്ള കാലിബർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുക. എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 20 മാർക്ക് 30 മാർക്ക് പോകുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ ഓൾമോസ്റ്റ് കൂടെ പഠിച്ചു പോകുന്നതിന് കുഴപ്പമില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരു അഡ്രസ് ചെയ്യേണ്ടത് ഒരു കാര്യം പറഞ്ഞു, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, പൊതുവെ പറയാറുണ്ട്, നമ്മൾ വർക്ക് ലോഡ് കുറയ്ക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രോഗ്രാമാണ് പഠിപ്പിക്കുന്നത്. വർക്ക് ലോഡ് കുറയ്ക്കാൻ പറയുമ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ 2 രീതി പഠിക്കാം. അല്ല, ഈ പ്രോജക്ട് കോഴ്സ് 2 രീതി പഠിക്കാം. ഒന്ന് സെൽഫ് സ്റ്റഡി, പണ്ട് സെൽഫ് സ്റ്റഡി മാത്രമുള്ള കോച്ചിങ് ഒരു പരിപാടി ഇല്ലായിരുന്നു. സെൽഫ് സ്റ്റഡി എന്താ, നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കാൻ എക്സ്ട്രാ ടൈം പഠിക്കുന്നു. ഓരോരാളും ഒന്ന് പറഞ്ഞു തരും, അയാൾ ഓൾറെഡി അറിയാം കോൺസെപ്റ്റ് പറഞ്ഞു തരുക. 3-4 ടൈം നമ്മൾ കോൺസെപ്റ്റ് പറയാം. ഇതിൽ നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ വർക്ക് ലോഡ് കുറയും. ഇത് വളരെ ചെയ്യാത്ത കാര്യം. മിക്കവരും ചെയ്യുന്നത് 100% അല്ല പറയുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ വർക്ക് ലോഡ് കുറയുന്നു. വർക്ക് ലോഡ് ഭയങ്കര കുറയുന്നു. ഇതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് കേട്ടു, അതിന്റെ വീട്ടിൽ ചെന്ന് വർക്ക് ചെയ്യാൻ അവർക്ക് തന്നെ അപ്ലൈ ചെയ്യണം. ഇത് കേൾക്കാതെ എക്സാമിന് കേൾക്കുന്ന ആൾക്കാർക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് വീട്ടിൽ എന്നിട്ട് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ച് പഠിക്കുന്നുണ്ട്. അത് ഓക്കെ, എക്സാമ്പിൾ കറക്റ്റ് കോൺസെപ്റ്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യും, അവർ കോൺസെപ്റ്റ് അവർ ആദ്യം പഠിക്കണം, ഇരുന്നത് അവർ വേസ്റ്റ് കിട്ടില്ല. മനസ്സിലാക്കുക, വന്ന ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് മാക്സിമം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട്, കണ്ടന്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, കണ്ടന്റ് ഓരോരുത്തരായിരിക്കും ഈ പ്രോസസ് പ്രസന്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ കോൺസെപ്റ്റ് കിട്ടിയാൽ നിങ്ങളുടെ വർക്ക് ലോഡ് കുറയുവാണ്. നിങ്ങളുടെ വർക്ക് ലോഡ് കുറയുന്ന വീട്ടിൽ ചെന്ന് പഠിക്കണമെന്നല്ല, വീട്ടിൽ ചെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എഫേർട്ട് അത്രയും കിട്ടാണ്. ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് ഫോൺ തിയറിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രോബ്ലം ഒന്നേ കൂടെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം പ്രോബ്ലം ഇത് തന്നിട്ടുണ്ട് ഫുൾ പ്ലാറ്റ്ഫോം, ഫുൾ ഫൗണ്ടേഷൻ 8 ദിവസമായിട്ട് കുറെ പേര് അത് യൂസ് ചെയ്യാറില്ല. ഈ കോൺസെപ്റ്റ് ആറ്റിറ്റ്യൂഡ് പഠിക്കാൻ കാര്യം മനസ്സിലാക്കുക. ചെറിയ 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 കോൺസെപ്റ്റ് വലിയ ചാപ്റ്ററാണ്, പേപ്പറായിട്ട് ഒരു 9 അതിനെ കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുക. കോൺസെപ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാൻ പറയാം. എക്സാംസ് ക്ലിയർ ചെയ്യാൻ എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺസെപ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വീണ്ടും എക്സാം സ്ട്രാറ്റജിയിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ബേസിക് ലെവൽ കോൺസെപ്റ്റ് വളരെ നല്ല. ഒരു കാര്യം കൂടെ ചോദിക്കാം, എത്ര റൗണ്ട്സ് പ്രാക്ടീസ് ആണ് ആൻസർ സജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ഒരു 3 റൗണ്ട്സ് 4 റൗണ്ട്സ് പറയാറുണ്ട്, ചില റൗണ്ട്സ് 5 റൗണ്ട്സ് ഒക്കെ പറയാറുണ്ട്. ആൻസർ ഒരു ആവറേജ് എത്രയാണ് പറയുന്നത്? ചിലവർ 1 റൗണ്ട് ചെയ്തിട്ട് നിർത്തുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പറയാം. ആൻസ്മറിയുടെ വീഡിയോ എനിക്കൊന്ന് നെറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ആൻസ്മറിയുടെ വീഡിയോ നെറ്റ് ഒന്ന് ക്ലിയർ ആക്കാം, നെറ്റ് ക്ലിയർ ആക്കാം. ഓക്കെ, ശരി. എത്ര പറഞ്ഞ ചോദ്യം കേട്ടായിരുന്നു? അതായത് എത്ര റൗണ്ട്സ് ഓഫ് ആണെങ്കിൽ ചെയ്ത് ചിലവരുണ്ട് വായിച്ച് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊന്ന് സജഷൻ, വായിച്ച് പഠിക്കുന്നത് കറക്റ്റ് ആണോ ഇല്ലെങ്കിൽ ചെയ്ത് പഠിക്കുന്ന ഒരു റൗണ്ട് ചെയ്യും, അത് കഴിഞ്ഞ് ചെയ്യത്തില്ല. അതൊന്ന് അഡ്രസ് ചെയ്യുക. എത്ര റൗണ്ട്സ് ഓഫ് റിവിഷൻ ചെയ്ത് പഠിക്കുന്നത്, എത്ര റൗണ്ട്സ് ഓഫ് പ്രാക്ടീസ് അവർക്ക് പറയാം? പ്രാക്ടിക്കൽ പേപ്പർ ആണെങ്കിൽ ഒരു 3-4 തവണയെങ്കിലും ചെയ്ത് പഠിക്കണം. ആദ്യത്തെ ഒരു 2 തവണ നമ്മൾ എഴുതി തന്നെ ചെയ്യണം. കാരണം വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഹാൻഡിലേക്ക് അത് വരത്തില്ല. നമ്മൾ എക്സാമിൽ എഴുതി നമ്മളെ തലയിലുണ്ട്, പക്ഷെ നമുക്കത് കയ്യിലോട്ട് വരില്ലായിരിക്കും. അപ്പൊ എപ്പോഴും നല്ലത്
എഴുതി പഠിക്കുന്നത് തന്നെയാണ്. തിയറി പേപ്പർ ആണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട്സ് പഠിച്ചിട്ട് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് പിന്നെ പഠിക്കുന്നതാണ് നല്ലത്. തിയറി ഞാൻ എഴുതി പഠിക്കണമെന്ന് പറഞ്ഞില്ല, പക്ഷെ പ്രാക്ടിക്കൽ പേപ്പർ ഉറപ്പായിട്ടും ആദ്യത്തെ 2 തവണയെങ്കിലും ഫുൾ ചാപ്റ്ററിലെ ഇലിസ്ട്രേഷൻസ് ചെയ്ത് തന്നെ പഠിക്കാം. അത് കഴിഞ്ഞുള്ള 3ാമത്തെ നല്ലത് കാൽക്കുലേറ്റർ ചെയ്തായാലും പിന്നെ മൈൻഡിൽ ചെയ്തായാലും കുഴപ്പമില്ല. ഒരു 5-6 തവണയിൽ അറ്റ്ലീസ്റ്റ് 5-6 തവണയെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ NTP എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതും ഷുവർ ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ ആൻസ്മറി. അപ്പൊ ആൻസ്മറിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഓൾമോസ്റ്റ് ആൻസ്മറിയുടെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് CMA ഇന്റർ സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരാളും കൂടെ ഉണ്ട്.